കമ്മിറ്റി ഓഫീസിൽ നിന്ന് നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പമാണ് സ്ഥാനാർത്ഥി എത്തിയത്. മന്ത്രി കെ ടി ജലീൽ, മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി, കേന്ദ്ര കമ്മിറ്റി അംഗം എ വിജയരാഘവൻ, CPI നേതാക്കന്മാരായ KP രാജേന്ദ്രൻ, സത്യൻ മൊകേരി തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. DYFI ജില്ലാ പ്രസിഡന്റ് കൂടിയായ MB ഫൈസൽ ജില്ലാ പഞ്ചായത്ത് അംഗവുമാണ്. മുസ്ലിം ലീഗിന് മൃഗീയ ഭൂരിപക്ഷമുള്ള മലപ്പുറത്ത് MB ഫൈസലിന് വെല്ലുവിളി ഉയർത്താനാകുമെന്നാണ് CPM പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ ഈ കാലത്തിൻ്റെ രാഷ്ട്രീയത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾക്കും ആശയങ്ങൾക്കും വലിയ പിന്തുണ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. ഇരു മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയതോടെ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൂടുതൽ ആവേശകരമായി. ഇടതുമുന്നണിയുടെ നിയമസഭാ മണ്ഡലം കൺവെൻഷനുകൾ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി പൂർത്തിയാകും. കോടിയേരി ബാലകൃഷ്ണൻ, പിണറായി വിജയൻ, VS അച്യുതാനന്ദൻ, കാനം രാജേന്ദ്രൻ തുടങ്ങി ഇടതുമുന്നണിയുടെ പ്രമുഖ നേതാക്കളെല്ലാം MB ഫൈസലിന് വോട്ടഭ്യർത്ഥിച്ച് മലപ്പുറത്തെത്തും. മഞ്ചേരിയിലും മങ്കടയിലുമൊക്കെ പ്രവചനങ്ങൾ തെറ്റിച്ച ഇടത് സ്ഥാനാർത്ഥികൾ ജയിച്ചതിന്റെ ആവേശവുമായാണ് MB ഫൈസൽ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. അഭിലാഷ് നായർ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.